ഓം ശാന്തി. നമ്മളെല്ലാവരും ജീവിതത്തിൽ ദുഃഖം വരുന്ന സമയത്ത് ഭഗവാനോട് ചോദിക്കും അല്ലേ, ഭഗവാനെ എന്തിനാണ് എനിക്ക് ഇത്രയും ദുഃഖം തന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈശ്വര എനിക്ക് ഇത്രയൊക്കെ ദുഃഖം വരുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്? എന്നാൽ സുഖമായിട്ട് ജീവിക്കുമ്പോൾ ആരും അങ്ങനെ ചോദിക്കാറില്ല. സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഈശ്വരനോട് എന്തിനാ ഈശ്വര എനിക്കിത്ര സന്തോഷം തന്നത് എന്ന് ചോദിക്കാറില്ല. ദുഃഖം വരുമ്പോഴാണ് നമ്മളെല്ലാവരും ചോദിക്കുന്നത് ഭഗവാനോട്. ഇനി ചിലവർ, ഒരുപാട് പേര് നമ്മൾ കേട്ടിട്ടുണ്ട്, ഭഗവാനെ എന്തിനാണ് എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ വേറെ എവിടെ നിന്നോ കൊണ്ടുവന്നു എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാനൊരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ലല്ലോ ഭഗവാനെ. അറിഞ്ഞുകൊണ്ട് ഞാൻ കൊന്നിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഭഗവാനെ എനിക്കിങ്ങനെയൊരു ജീവിതം കിട്ടിയത്? ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മളോടും ഒരുപാട് പേര് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടുകൾ വരുന്നത്? എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അങ്ങനെ വരുമോ? നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. ഒരു കാരണവുമില്ലാതെ അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. പിന്നെ നമ്മളെല്ലാവരും പറയുന്നുണ്ട്, പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ പറയില്ലേ, സാരല്യ, മുൻജന്മ പാപമാണ്, അല്ലെങ്കിൽ മുൻജന്മ സുകൃതം എന്ന് പറയും. നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ പറയുന്നത് കേട്ടിട്ടില്ലേ, മുൻജന്മ സുകൃതമാണ്. മുൻജന്മ സുകൃതം, മുൻജന്മ പാപം, ജന്മജന്മാന്തരങ്ങളുടെ കർമ്മഫലം. നമ്മളൊരു പാട്ട് കേട്ടിട്ടില്ലേ, മാളിക മുകളേറിയ മന്നൻ്റെ തൊഴിൽ മാറാപ്പ് കീറ്റുന്നതും ഭവാൻ. അങ്ങനെയാണല്ലോ പാട്ടുകളൊക്കെ പറയുന്നത്. മാറാപ്പ് കയറ്റുന്നത് ഭഗവാനാണോ? ഭഗവാൻ നമ്മളെ ദുഃഖിപ്പിക്കുമോ? അപ്പം നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ ഭഗവാനെ ഇങ്ങനെ, എന്താണ് ഭഗവാനെ ഇങ്ങനെ. പലരും ജീവിതത്തിൽ പറയുമല്ലോ, ഇവർ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത്, അല്ലെങ്കിൽ അവർ കാരണമാണ്, മറ്റുള്ളവർ കാരണമാണ്. അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത്, അല്ലെങ്കിൽ ഇവർ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത്. പക്ഷെ അത് സത്യമാണോ? ആര് കാരണമാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയായിട്ട് മാറിയത്? നമ്മളെപ്പോഴും പറയുമല്ലോ, നമ്മുടെ കയ്യിൽ 5 വിരലുണ്ട് എന്നല്ലേ പറയുന്നത്. ഈ 5 വിരലും നമ്മൾ മറ്റുള്ളവരുടെ നേർക്ക് ചൂണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. 5 വിരലിന് പകരം നമ്മൾ ഒരു വിരലാണ് ഇങ്ങനെ ചൂണ്ടാറ്. ഈ ഒരു വിരൽ ഇങ്ങനെ ചൂണ്ടുമ്പോൾ 3 വിരൽ നമ്മളെയാണ് ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളത് എപ്പോഴെങ്കിലും ഓർമ്മിക്കാറുണ്ടോ, ആലോചിക്കാറുണ്ടോ? നിങ്ങൾ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ആളെയാണ് കൈ ചൂണ്ടുന്നത്, എന്നാൽ 3 വിരൽ എന്നെയാണ് ചൂണ്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മളിലും എന്തൊക്കെയോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും വരില്ല. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. അത് അംഗീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് വേണം.
നമ്മൾ പറയില്ലേ, ശരീരത്തിന് എത്ര ആരോഗ്യമുണ്ടായിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വേണം. തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു സത്യമാണ്. എങ്കിലും അത് മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത്. ശരീരത്തിന് ഇത്തിരി കുറവുകളുണ്ടെങ്കിലും, ശരീരത്തിന് ഇത്തിരി ആരോഗ്യം കുറവാണെങ്കിലും, പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിലും, നമ്മുടെ മനസ്സിന് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് എത്ര ആസ്വദിക്കാം, സന്തോഷത്തോടെ. അതായത് മറ്റുള്ളവർക്ക് എൻ്റെ ജീവിതം ഒരു മോട്ടിവേഷനായി മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും ആ കുറവുകളിലും പോസിറ്റീവ് കണ്ടെത്തി മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ് ശരിക്കും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് എന്ത് സന്തോഷമാണ് കിട്ടുക, എന്ത് ശാന്തിയാണ് കിട്ടുക, എന്ത് സമാധാനമാണ് കിട്ടുക? മറ്റൊരാൾ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത് എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? എത്രമാത്രം അതിൽ സത്യമുണ്ട്? അത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ് ശരിക്കും. നമ്മളെല്ലാവരും അങ്ങനെ പറയുന്നവരാണ്. അവർ കാരണം, ഇവർ കാരണം, മറ്റേവർ കാരണമാണ് ഇങ്ങനെയായത്. പക്ഷെ അതല്ല കാരണം. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ തന്നെയാണ്. ഭഗവാനല്ല ഒരിക്കലും. ഭഗവാൻ ഒരിക്കലും ഒരാളെയും ദുഃഖിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല ശരിക്കും. അതുകൊണ്ട് നമ്മൾ ഓർമ്മ വച്ച നാൾ മുതൽ കേൾക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് മുൻജന്മ സുകൃത്തം, ജന്മജന്മാന്തരങ്ങളുടെ കർമ്മഫലം, മുൻജന്മ പാപം. നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ തീർച്ചയായും നമ്മൾ ഏതൊക്കെയോ ജന്മങ്ങളിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം തന്നെ ആവില്ലേ നമ്മൾ അനുഭവിക്കുന്നത്? പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. പൊതുവെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം കൂടെയാണ്, ഈ ലോകത്ത് എത്രയോ മനുഷ്യർ വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ടും അവരെന്ത് ചെയ്യാറുണ്ട്? അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നുണ്ടല്ലേ? അറ്റാക്ക് വരുന്നുണ്ട്, പെട്ടെന്ന് ആക്സിഡൻറ്റിൽ മനുഷ്യർ മരിച്ചു പോകുന്നുണ്ട്, പെട്ടെന്നുള്ള മരണമാണ്. എന്നാൽ നമ്മൾ കേട്ടിട്ടുണ്ട് എത്രയോ നല്ല സ്വഭാവമുള്ളവർ, ഈ ജന്മത്തിൽ അവർ വളരെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തവർ മാസങ്ങളോളം ബെഡിൽ കിടക്കുന്ന ഒരവസ്ഥ നമ്മൾക്ക് കാണാൻ സാധിക്കും. മാസങ്ങളോളം അവർക്ക് എന്താ പറയുക, എഴുന്നേറ്റ് നടക്കാനോ, അതായത് മറ്റൊരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത എത്രയോ നല്ല മനുഷ്യരുമുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു ആളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഞങ്ങളുടെ പരിചയമുള്ള ഒരാളുണ്ട്, അതെന്തുകൊണ്ടാണ് അവരങ്ങനെ കിടക്കുന്നത്? അവരാണെങ്കിൽ ഓർമ്മ വച്ച നാൾ മുതൽ പറഞ്ഞതുപോലെ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ അവർക്ക് കിടക്കേണ്ടി വരുന്നത്? അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ എത്രയോ കുഞ്ഞുങ്ങൾ, ചെറിയ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അംഗവൈകല്യങ്ങളുള്ളവരായി ജനിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം. കൈയില്ലാതെ, കാലില്ലാതെ, കണ്ണില്ലാതെ, അങ്ങനെ പല രീതിയിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ജനിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ കുറച്ച് വർഷങ്ങൾ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ജന്മം വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്നത് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അല്ലേ? നമ്മൾ പറയും ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഞാൻ തെറ്റ് ചെയ്തു എന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് പലർക്കും. നമ്മൾ ചെയ്യുന്ന തെറ്റ് അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് വളരെ ശാന്തമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കൂ. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ
അത് ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് സമ്മതിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ മഹാനത എന്ന് പറയുന്നത്. അതിനേക്കാൾ വലിയൊരു മഹാനത ഇല്ല അല്ലേ? അപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് മറ്റൊരാൾ കാരണം എന്ന് പറയുമ്പോൾ അതിലെന്തർത്ഥമാണുള്ളത്? ഒരിക്കലും അല്ല. ഞാൻ തെറ്റ് ചെയ്യുന്നത് മറ്റൊരാൾ കാരണമല്ല. ഞാൻ തെറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് കാരണക്കാരൻ. അല്ലാതെ വേറൊരാളുടെ നേർക്ക് ചൂണ്ടിയിട്ട് ഇവർ കാരണമാണ് ഞാനിത് ചെയ്തത്. ഒരിക്കലും അങ്ങനെയല്ല. താൻ ചെയ്തിടും കർമ്മത്തിൻ ഫലം താൻ അനുഭവിച്ചിടുക മർത്യ എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ്? ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമല്ലേ ഞാൻ അനുഭവിക്കുന്നത്? വേറെ ആര് ചെയ്തതിൻ്റെ കർമ്മഫലവും ഞാൻ അനുഭവിക്കേണ്ട കാര്യം ഇല്ല. അപ്പം എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ പേരക്കുട്ടികൾ, എൻ്റെ ബന്ധുമിത്രാദികൾ, എൻ്റെ അയൽക്കാർ, എൻ്റെ മിത്രങ്ങൾ, സുഹൃത്തുക്കൾ, എൻ്റെ ജോലി സ്ഥലത്ത് ഞാനുമായിട്ട് ഇടപഴകുന്ന ഒരുപാട് പേരുണ്ടാവാം. ഇവരെല്ലാം എനിക്ക് കിട്ടി. ഇത്രയും വലിയൊരു കൂട്ടമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് നല്ലതാവട്ടെ, അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ലാത്തതാവട്ടെ, അല്ലെങ്കിൽ എന്നെ ദുഃഖിപ്പിക്കുന്നതാവട്ടെ, ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് ശരിക്കും? അതും ഞാൻ കാരണം തന്നെയല്ലേ? എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ഞാനാണ് എന്ന് ചിന്തിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഹെഡായിരുന്നു നമ്മുടെ ജാനകി ദാദി എന്ന് പറയും. ജാനകി ദാദി 104 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. 104ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നമ്മുടെ ദാദി ശരീരം വിട്ടത്. ദാദി എപ്പോഴും പറയുമായിരുന്നു, ആരെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ ദാദി പറയും, താങ്ക് യു ഭഗവാൻ, താങ്ക് യു ഗോഡ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഒരാൾ ഇൻസൾട്ട് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റൊരാൾ പറയുമ്പോഴും, ഒരാൾ നമ്മളെ ചീത്ത പറയുകയാണെങ്കിലും, അല്ലെങ്കിൽ എനിക്കൊരു ദുഃഖം വരികയാണെങ്കിലും, എല്ലാത്തിനും ഈശ്വരനോട് താങ്ക് യു പറയുന്നത്. താങ്ക് യു ഗോഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? തീർച്ചയായിട്ടും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദാദി പറയുമായിരുന്നു, അവരെന്നെ ഇൻസൾട്ട് ചെയ്തതുകൊണ്ട് എൻ്റെ ഒരു കണക്ക് സെറ്റിലായില്ലേ. അതായിരുന്നു ദാദി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരെന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അവരോടൊരു ദേഷ്യമോ വിരോധമോ വൈരാഗ്യമോ ഒരു അനിഷ്ടമോ ഇതൊന്നുമല്ല എനിക്ക് വരേണ്ടത്. പകരം അവരെന്നെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ അവരുമായിട്ടുള്ള ഒരു കണക്ക് തീർന്നു, മൈനസായി, ഒരു അക്കൗണ്ട് മൈനസായി. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ പറ്റും. അവരെക്കുറിച്ച് എനിക്ക് ദയയോടെ നോക്കാൻ പറ്റും. അവരെ നമ്മൾ കാണുമ്പോൾ, അവരെ നമ്മൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ദയാമനോഭാവം നമുക്കുണ്ടാക്കാൻ സാധിക്കും. പക്ഷെ നമുക്കിപ്പോൾ അങ്ങനെ പറ്റുന്നുണ്ടോ? ആര് നമ്മളെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും സത്യം എന്ന് പറയുന്നത് ഒന്നില്ലേ? ആ സത്യത്തെ നമ്മൾ നമ്മുടെ പരമാത്മാവ് നമുക്ക് ക്ലാസ്സുകൾ കേൾപ്പിക്കുമ്പോൾ അതിൽ പറയാറുണ്ട്, സത്യത്തിൻ്റെ തോണി ആടിയുലയും പക്ഷേ മുങ്ങില്ല. സത്യത്തിൻ്റെ തോണി ആടി ഒലിയുകയുള്ളൂ, ഒരിക്കലത് മുങ്ങില്ല. ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയുക തന്നെ ചെയ്യും. അതിലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം. എങ്കിലേ നമുക്ക് സ്മൂത്തായിട്ട് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ദാദിയുടെ വാക്കുകളാണത് ശരിക്കും. താങ്ക് യു ഗോഡ്, താങ്ക് ഗോഡ്, അങ്ങനെയാണ് പറയുന്നത്.
അപ്പം നമ്മുടെ കണക്കുകൾ തീരുമ്പോൾ ഇവൻ ദാദിക്ക് ഒരു അസുഖം വന്നു എന്ന് വിചാരിക്കുക, പനി വന്നു, അല്ലെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ വന്ന് മാറുമ്പോഴും ദാദി പറയുന്നു താങ്ക് ഗോഡ്. നമ്മളൊക്കെ എന്താ ചെയ്യാറ്? നമ്മൾ ഭഗവാനോട് എന്താ പറയാറ്? ഈശ്വര, എനിക്ക് അസുഖങ്ങളൊന്നും വരുത്താതിരിക്കണേ, എനിക്ക് അസുഖങ്ങൾ വരുത്താതിരിക്കണേ, എൻ്റെ അസുഖം മാറ്റിത്തരണേ, അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അതിന് പകരം നമ്മൾ പറയേണ്ടത് ശരിക്കും എന്താണെന്നറിയാം, അസുഖം വരുത്താതിരിക്കണേ എന്നല്ല. നമ്മൾ ഓരോരുത്തരും ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കണ്ടേ? നമ്മൾ പറഞ്ഞല്ലോ, താൻ ചെയ്തിടും കർമ്മത്തിൻ ഫലം താൻ അനുഭവിച്ചിടുക മർത്യ എന്നല്ലേ പറയുന്നത്. അപ്പം ഞാൻ ഏതൊക്കെ ജന്മത്തിൽ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ ജന്മത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ലേ അറിയുള്ളൂ. അപ്പം ഏതൊക്കെ ജന്മത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തു എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിക്കുകയാണ്, ഏത് ജന്മത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഭഗവാനെ ഞാൻ അറിയാതെ ചെയ്തതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ ഒരു മോചനം, അതിൽ നിന്നൊരു മുക്തി എനിക്ക് വേണം ഭഗവാനെ. അപ്പം അതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിലും അത് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ, ഞാൻ കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന രൂപത്തിൽ വരികയാണെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട് ഭഗവാനെ എന്ന് പറയുകയാണെങ്കിൽ എത്ര ഭംഗിയുണ്ടാകും അതിന്, അല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും തീർച്ചയായിട്ടും വരിക തന്നെ ചെയ്യും. അസുഖങ്ങളും ഒക്കെ വരും. നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല വരുന്നത്, നമ്മളോട് ചോദിച്ചിട്ടല്ല വരുന്നത്. തീർച്ചയായിട്ടും ചോദിക്കാതെയാണ്, പ്രതീക്ഷിതമാണ്. അതുകൊണ്ടാണല്ലോ പലരും പറയില്ലേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നമ്മളെല്ലാവരും അല്ലേ കേൾക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് പേര് നമ്മളോട് പറയാറുണ്ട്, സിസ്റ്ററെ ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആവുമെന്ന്. പക്ഷെ നമ്മൾ വിചാരിക്കണം, അതിനർത്ഥം പ്രതീക്ഷിക്കാത്തത് നടന്നു എന്നല്ല ചിന്തിക്കേണ്ടത്. പകരം എൻ്റെ ജീവിതത്തിൽ എന്താണോ നടക്കേണ്ടിയിരുന്നത് അത് നടന്നതാണ്. എല്ലാവരും പഴഞ്ചൊല്ലുകൾ ഒരുപാട് പറയുന്നുണ്ട് അല്ലേ? നമ്മൾ പറയാറുണ്ടല്ലോ, സംഭവിച്ചതെല്ലാം നല്ലതിനാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിനാണ്, ഇനി സംഭവിക്കാൻ പോകുന്നത് അതിനേക്കാൾ നല്ലതിനാണെന്നാണ് പറയുന്നത്. അപ്പം ഇതിലൊക്കെ എന്ത് അർത്ഥമാണുള്ളത്? അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം തന്നെയാണിത്. ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് ഞാൻ അനുഭവിക്കുന്നത്. അത് വളരെ വലിയൊരു സത്യമാണ്. ഓരോരുത്തർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് ഓരോരുത്തർ അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് അവരോട് ഭയങ്കരമായിട്ട് ഒരു ദേഷ്യം തോന്നാം, അവരോട് നമുക്ക് ഭയങ്കര വെറുപ്പ് തോന്നാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അവരോട് പ്രതികരിക്കാം, നിങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നെ അങ്ങനെ ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞ് നമുക്ക് പ്രതികരിക്കാം. അവരോട് നമുക്ക് ദേഷ്യം കാണിക്കാം. ചിലപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു തെറ്റായിരിക്കാം അവർ വിളിച്ച് പറയുന്നത്, എങ്കിലും നമുക്ക് ഒരു ഓപ്ഷനാണ് തിരിച്ച് പറയാം അല്ലേ? വേറെ ആൾക്കാരോടൊക്കെ നമുക്ക് പറയാം, അത് ഒന്നാമത്തെ ഓപ്ഷനാണ്. പക്ഷേ അങ്ങനെ ചെയ്തത് കൊണ്ട് അവിടെ അക്കൗണ്ട് ക്ലോസ് ആവുന്നില്ല, അക്കൗണ്ട് അവിടെ ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അക്കൗണ്ട് പ്ലസ് ആവുകയാണ് ചെയ്യുന്നത്, മൈനസ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, മക്കളെ ഇപ്പോഴത്തെ സമയം അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള സമയമാണ്, പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സമയം അല്ല. അതാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ഈശ്വരീയ ജ്ഞാനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ഒരാളുമായിട്ടും പുതിയൊരു നെഗറ്റീവ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യരുത്, നെഗറ്റീവ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യരുത്. പോസിറ്റീവായിട്ടുള്ള അക്കൗണ്ട് വേണം നമ്മൾ ഓപ്പൺ ചെയ്യാൻ. അതാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്.
അപ്പം തീർച്ചയായും നമ്മളെല്ലാവരും അങ്ങനെ ഒരു പോസിറ്റീവ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, തുടങ്ങണം. അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ നമുക്ക് ഇത്രയും ആരോഗ്യമുള്ളതാക്കി മാറ്റാം. എന്തിനേയും ഉൾക്കൊള്ളാനുള്ള കഴിവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ പറയില്ലേ, എങ്ങനെയാണോ എല്ലാ നദികളും സാഗരത്തിൽ ചെന്ന് ചേരുന്നത്, എന്തുകൊണ്ടാണ്? സാഗരം ഇത്രയും വിശാലമാണ് അല്ലേ? വിശാലമായ സാഗരത്തിലാണ് എല്ലാ നദികളും ചെന്ന് ചേരുന്നത്. അതേപോലെ നമുക്കും നമ്മുടെ മനസ്സിനെ കുറച്ച് വിശാലമാക്കി മാറ്റിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ സാഗരം പോലെ വിശാലമാക്കി മാറ്റുക തന്നെ വേണം. അങ്ങനെ നമ്മുടെ മനസ്സ് സാഗരം പോലെ വിശാലമായിട്ട് മാറുകയാണെങ്കിൽ എല്ലാത്തിനെയും നമുക്ക് ഒരു കളിയായിട്ടെടുക്കാനും, ഞങ്ങൾ തമ്മിലുള്ള സെറ്റിൽമെൻറ്റ് കഴിഞ്ഞു, വളരെ രസകരമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. തീർച്ചയായും അല്ലേ, അതിനുവേണ്ടി നമ്മൾക്ക് പരിശ്രമിക്കുക തന്നെ ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം, മെഡിറ്റേഷൻ ക്ലാസ്സുകൾ കേൾക്കണം, മനസ്സിലാക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പം നമുക്കെല്ലാവർക്കും അതെല്ലാം ചെയ്യാം. ഓക്കെ, അങ്ങനെ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. ഓക്കെ, ഓം ശാന്തി.